സിനിമയിൽ വേൾഡ് സിനിമയിൽ PhD ചെയ്യണം പറഞ്ഞാൽ വളരെ ബ്രോഡ് മൈൻഡ് ആളായിരുന്നു. പക്ഷേ അക്കാഡമിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചത്. എൻ്റെ ഫാമിലി അങ്ങനത്തെ ഫാമിലിയാണ്. എന്ത് പറ്റി? അതായത് ഞാനിപ്പോഴും അക്കാഡമിക് തന്നെയാണ്, രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം നമ്മളിപ്പോൾ ഞാൻ ഒരു എഞ്ചിനീയറോ ഒരു ഫിലോസഫറോ ഒന്നും വലിയ ഫേമസ് അല്ല. ഫേമസ് ആണെങ്കിൽ ഇങ്ങനത്തെ ലൈനിലാണ് പോകണം. ഇപ്പോൾ PhD കംപ്ലീറ്റ് ചെയ്തു PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും വരുമാനം എന്താണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, 50,000 അടുത്ത സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ യൂട്യൂബ് ഫേസ്ബുക്കിൽ കാശ് ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ SSL ഉണ്ട്. ഫിനാൻഷ്യലി കുഴപ്പമില്ല. ഫിനാൻഷ്യലി കുഴപ്പമില്ല പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതല്ല, ഈ വീട്ടുകാരുണ്ടാക്കിയിട്ട സ്വത്ത് ഒക്കെ ഉണ്ട്. അല്ല, അതല്ലേ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 50,000 എൻ്റെ സ്കോളർഷിപ്പ്, 30,000 ഞാൻ യൂട്യൂബ് ഫേസ്ബുക്കിൽ, 80,000 ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പെർ മന്ത്. അപ്പോൾ അതുകൊണ്ടാണോ അങ്ങനെ വേറെ ജോലിക്കൊന്നും പോകാതെ? അല്ലെങ്കിൽ ഒരു അല്ല, എനിക്കിപ്പോൾ ഈ PhD ചെയ്യുമ്പോൾ സ്കോളർഷിപ്പ് വാങ്ങിക്കൊണ്ട് വേറെ ജോലി ചെയ്യാൻ പാടില്ല, വേറെ ഇതിലേക്ക് പോകാൻ പാടില്ല. ഫുൾ ടൈം റിസർച്ച് സ്കോളറാണ്.